നമുക്കിന്ന് നല്ല ക്രിസ്പി പപ്സ് ഉണ്ടാക്കാം. നമ്മുടെ പാൻ ചൂടാകുമ്പോൾ അതിനകത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. വാടി തുടങ്ങുമ്പോഴേ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. നല്ല എരിവ് വേണ്ടവർക്ക് നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എനിക്കിപ്പോൾ അധികം എരിവ് വേണ്ട, അതുകൊണ്ട് ഞാൻ കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നന്നായിട്ട് ഈ സവാളേനെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതൊരു 5 മിനിറ്റ് അടച്ച് വേവിക്കാം. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഈ സവാളേനെ ഒന്ന് വാട്ടിയെടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നന്നായി വാട്ടിയെടുക്കാം. പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കൂടെ ഇതിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് മഷ്റൂം വേവിച്ച്. ഇപ്പോൾ മഷ്റൂമും ചിക്കനും ഏകദേശം വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പപ്സിൻ്റെ ഷീറ്റാണ്, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ് ഇത് വരുന്നത്. ഇത് നമുക്കൊരു 6 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് 6 ആയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ചേർത്ത് കൊടുക്കാം. അതവിടെ ഒട്ടുന്നില്ലെങ്കിൽ ഇച്ചിരി മുട്ടയുടെ വെള്ളയോ ഇച്ചിരി പാലോ കയ്യിലും മുക്കിയിട്ട് അവിടെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കാം ഇതിൻ്റെ പുറത്ത്. അപ്പം നല്ല ഗോൾഡൻ കളർ വരും ബേക്ക് ചെയ്ത് കഴിയുമ്പോൾ. നമുക്കിത് ഓവനിലേക്ക് വെക്കാം. ഇത് 160 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനാണ്. നമുക്ക് ഇതിനകത്തായിട്ട് വെച്ച് കൊടുക്കാം.